ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് മേഘ വന്ന സമയത്ത് സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്, അല്ല ചന്ദ്രിക എവിടെ? ചന്ദ്രികയോ? അവളുടെ ക്യാബിനിൽ കണ്ടില്ലല്ലോ. ഒന്നും അറിയാത്തതുപോലെ മേഘ പറയാണ്. അപ്പോഴേക്കും സിദ്ധു വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ചന്ദ്രികയുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ മേഘ ചന്ദ്രികയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയതുകൊണ്ട് തന്നെ ചന്ദ്രികയെ വിളിച്ചപ്പോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. സിദ്ധാർത്ഥ ആകെ ഡെസ്പായി ഇരിക്കുകയാണ്. അത് കണ്ട് മേഘ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും ഒന്നും അറിയാത്തതുപോലെയാണ് അവൾ സംസാരിക്കുന്നത്. സിദ്ധു, ക്ലയൻറ്റിന് വേണ്ടി ഞാൻ റെഡിയാക്കിയ പ്രസൻറ്റേഷൻ ഉണ്ട്. നീ പ്രസൻറ്റ് ചെയ്യുന്നോ അതോ ഞാൻ പ്രസൻറ്റേഷൻ നടത്തണോ? അപ്പോൾ സിദ്ധാർത്ഥ ആകെ ഡെസ്പായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ പറയാണ്, വേണ്ട നീ തന്നെ ചെയ്തോളൂ. അങ്ങനെ മേഘ തന്നെ അവൾ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു ഡിസൈൻസൊക്കെ ക്ലയൻസിന് മുന്നിൽ പ്രസൻറ്റേഷൻ ചെയ്യുകയാണ്. വളരെ നന്നായിട്ട് തന്നെ മേഘ അവൾ വരച്ചിട്ടുണ്ടായിരുന്ന ഡിസൈൻസ് അവർക്ക് മുന്നിൽ ക്ലയൻസിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണെങ്കിൽ ചന്ദ്രിക ആകെ വെപ്രാളത്തോടു കൂടി സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഓട്ടോ ചേട്ടനോട് പറയുന്നുണ്ട് ഒന്ന് സ്പീഡിൽ വിടാൻ, കാരണം അവൾ ആകെ പേടിയോടുകൂടിയാണ് നിൽക്കുന്നത്, മല്ലറിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ മേഘയുടെ പ്രസൻറ്റേഷൻ നടത്തുന്ന ആ സമയം അത്രയും സിദ്ധാർത്ഥ ആകെ ഡെസ്പായിരിക്കുകയാണ്. മേഘയുടെ പ്രസൻറ്റേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും സിദ്ധാർത്ഥിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ചന്ദ്രികയെ കാണാത്ത അല്ലെങ്കിൽ ചന്ദ്രിക അവിടുന്ന് ആ സമയത്ത് മാറി നിന്നതിൻ്റെ ആ ഒരു ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു സിദ്ധാർത്ഥിൻ്റെ മുഖത്ത്. അങ്ങനെ മേഘ അവളുടെ പ്രസൻറ്റേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം ക്ലയൻസിനോടായിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട്? അവരെല്ലാവരും പരസ്പരം കൂടിയാലോചിച്ചതിനു ശേഷം സീനിയർ ആയിട്ടുള്ള ഒരാൾ പറയാണ്, ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ അവതരിപ്പിച്ച ഒരു പ്രസൻറ്റേഷനും ഞങ്ങൾക്ക് ഇംപ്രസീവായി തോന്നിയില്ല. വളരെ ഓൾഡ് പാറ്റേൺ ആയിട്ടാണ് തോന്നിയത്. അത് കേട്ടത് മേഘ ആകെ ഷോക്കായിട്ടിരിക്കുകയാണ്. കാരണം അവൾ ഒരിക്കലും അങ്ങനെ ഒരു റെസ്പോൺസ് ആയിരുന്നില്ല പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സിദ്ധാർത്ഥിനത് വലിയ അത്ഭുതമൊന്നുമായി തോന്നിയില്ല. കാരണം മേഘ അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ സിദ്ധാർത്ഥിന് അതിൽ വലിയ പുതുമയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. മേഘയാണെങ്കിൽ തല താഴ്ത്തിയിരിക്കുകയാണ്. ആ സമയത്ത് ക്ലയൻസിലൊരാൾ പറയുന്നുണ്ട്, സിദ്ധാർത്ഥ് വേറെ ഏതെങ്കിലും ഡിസൈൻസ് ഉണ്ടോ? അപ്പോൾ സിദ്ധാർത്ഥ് അയാളോട് പറയാണ്, സർ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ? ഇവിടുത്തെ മറ്റൊരു സ്റ്റാഫായ ചന്ദ്രിക ഡിസൈൻസ് ഒക്കെ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ അവരുടെ ഡിസൈൻസ് ഇതിനു മുമ്പ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് മേഘയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നുകയാണ്. അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണെങ്കിലും ക്ലയൻസ് സമ്മതിക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, സർ നിങ്ങളൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, ഞാൻ ചന്ദ്രിക വന്നോന്ന് നോക്കിയിട്ട് വരാം. അങ്ങനെ ക്ലയൻസ് കുറച്ച് തിരക്ക് ധൃതി കൂട്ടുകയാണ്. വേഗം വരാൻ പറയൂ, ഞങ്ങൾക്ക് വേറെ മീറ്റിംഗ് ഉണ്ട്. ശരി സർ, ഞാൻ പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് വേഗം പുറത്തേക്ക് പോവുകയാണ്. ചന്ദ്രികയുടെ ക്യാബിനിലേക്കാണ് സിദ്ധാർത്ഥ് പോയിട്ടുണ്ടായിരുന്നത്. സിദ്ധാർത്ഥ് വന്ന് നോക്കുമ്പോൾ ചന്ദ്രിക അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗീതയോട് ചോദിക്കുന്നുണ്ട്, ഗീത ചന്ദ്രിക എവിടെ? അറിയില്ല സർ, പുറത്തെവിടെയോ പോയെന്ന് തോന്നുന്നു, എന്നോടൊന്നും പറഞ്ഞില്ല. ഓക്കെ, ഞാൻ നോക്കിക്കോളാം, താൻ തൻ്റെ വർക്ക് ചെയ്തോളൂ. അപ്പോൾ ഗീത വീണ്ടും അവളുടെ വർക്ക് കയറുകയാണ്. ആ സമയത്ത് സിദ്ധാർത്ഥ് ചിന്തിക്കുന്നുണ്ട്, ഷേ ഇന്ന് ക്ലയൻസ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഇവളിത് എവിടെ പോയി? ചന്ദ്രിക അപ്പോഴേക്കും മലര് പഠിക്കുന്ന സ്കൂളിന് മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവളവിടെ ഓട്ടോ നിർത്തിയിട്ട് ചുറ്റിലും നോക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ഫയർ ആക്സിഡൻറ്റ് ഉണ്ടായ ഒരു ലക്ഷണം അവൾക്ക് തോന്നുന്നില്ല. അപ്പോൾ ഗേറ്റിന് മുന്നിൽ നിന്നിട്ട് ചന്ദ്രിക വിളിക്കുകയാണ്, ചേട്ടാ സെക്യൂരിറ്റി ചേട്ടാ. എന്താ മാഡം എന്ന് ചോദിച്ചിട്ട് വാച്ച്മാൻ വന്നു. ചന്ദ്രികയെ കണ്ട സമയത്ത് അയാൾ ചോദിക്കുന്നുണ്ട്, ആ എന്താ ചന്ദ്രികയെ? അപ്പോൾ ചന്ദ്രിക വെപ്രാളത്തോട് പറയാണ്, ചേട്ടാ സ്കൂളിൽ എന്തോ ഫയർ ആക്സിഡൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ വന്നു. ചന്ദ്രിക വെപ്രാളത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. പക്ഷെ അത് കേട്ടപ്പോൾ വാച്ച്മാൻ കൂളായിട്ടാണ് പറയുന്നത്, എന്ത് ഫയർ ആക്സിഡൻറ്റോ? അങ്ങനെയൊന്നുമില്ല. അത് കേട്ടതും ചന്ദ്രിക ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വാച്ച്മാൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്? അത് എൻ്റെ ഓഫീസിൽ ഒരാൾ പറഞ്ഞു അങ്ങനെ. ചന്ദ്രിക ആകെ പതറിക്കൊണ്ട് പറയാണ്. അപ്പോൾ വാച്ച്മാൻ പറയുന്നുണ്ട്, അത് വേറെ ഏതെങ്കിലും സ്കൂളിൽ നടന്നതായിരിക്കും, നിന്നെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാനാ സാധ്യത. വാച്ച്മാൻ പറഞ്ഞത് കേട്ടതും ചന്ദ്രിക ആകെ ഷോക്കായി നിൽക്കുകയാണ്. പിന്നെ അവൾ ചിന്തിക്കുന്നുണ്ട്, ഇനി വേറേതോ സ്കൂളിൽ നടന്നത് മേഘ തെറ്റായി കേട്ടതാണെന്ന് തോന്നുന്നു. എന്തായാലും സമാധാനത്തോടു കൂടി ചന്ദ്രിക അവിടെ നിന്ന് പോവുകയാണ്. ശരി ചേട്ടാ, ഞാൻ പോവുകയാണേ. ശരി ചന്ദ്രികേ. അങ്ങനെ ചന്ദ്രിക വീണ്ടും തിരിച്ചാ ഓട്ടോയിൽ തന്നെ ഓഫീസിലേക്ക് പോവുകയാണ്. ആ സമയത്ത് സിദ്ധാർത്ഥ് ഒരുപാട് നേരം ചന്ദ്രിക അവളുടെ ക്യാബിനടുത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ക്ലയൻസ് ആണെങ്കിലും അകത്ത് ചന്ദ്രികയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടും ചന്ദ്രിക വരുന്നില്ല എന്ന് കണ്ട സമയത്ത് സിദ്ധാർത്ഥ് തിരിച്ച് ക്ലയൻസിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ആ സമയത്താണ് ഓട്ടോയിൽ ഇരുന്നിട്ട് ചന്ദ്രിക ചിന്തിക്കുന്നത്, ഇന്ന് ക്ലയൻസിന് ഡിസൈൻസ് പ്രസൻറ്റ് ചെയ്യണം. സിദ്ധാർത്ഥ് സാറ് പറഞ്ഞിരുന്നതാണല്ലോ, ഞാനാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരികയും ചെയ്തു. സിദ്ധാർത്ഥ് സാർ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും, എന്താ ചെയ്യുക? അവൾ ആകെ പരിഭ്രമത്തിലായിരുന്നു. ആ സമയത്ത് സിദ്ധാർത്ഥ് ക്യാബിനിലേക്ക് വന്ന സമയത്ത് ക്ലയൻസ് പറയുന്നുണ്ടായിരുന്നു, സമയം ഒരുപാട് താമസിക്കുന്നു അല്ലേ? സിദ്ധാർത്ഥാണെങ്കിൽ ആകെ നിരാശനായിട്ടാണ് മടങ്ങി വന്നിട്ടുണ്ടായിരുന്നത്. അത് മനസ്സിലായിട്ടെന്നോണം മേഘ ചോദിക്കുന്നുണ്ട്, എന്താ സിദ്ധു, ചന്ദ്രിക ക്യാബിനിലില്ലേ? അവൾ പരിഹാസത്തോടെ ചിരിക്കുകയാണ്. ആ സമയത്ത് സിദ്ധാർത്ഥ് ക്ലയൻസിനോടായിട്ട് പറയാണ്, സർ സോറി സർ, ചന്ദ്രിക പുറത്തെവിടെയോ പോയിരിക്കുക. ഒരു 10 മിനിറ്റ് ടൈം തരികയാണെങ്കിൽ
അപ്പോഴേക്കും ക്ലയൻസിലെ ലീഡറായിട്ടുള്ള ആൾ പറയുന്നുണ്ട്, സോറി സിദ്ധാർത്ഥ്, ഞങ്ങൾക്ക് വേറൊരു മീറ്റിംഗ് കൂടിയുണ്ട്, ഞങ്ങൾ ഇറങ്ങുവാണ്. അവരെല്ലാവരും അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, സർ അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ്സ് കൂടിയെങ്കിലും വെയിറ്റ് ചെയ്യൂ. സോറി സിദ്ധാർത്ഥ്. അവർ സിദ്ധാർത്ഥിന് വില കൽപ്പിക്കാതെ പോവാണ്. സിദ്ധാർത്ഥ് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, ചന്ദ്രിക ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് എത്തും, പ്ലീസ് സർ. സിദ്ധാർത്ഥിന് ഒരു വിലയും കൊടുക്കാതെ അവരവിടുന്ന് പോവാണ്. ആ സമയത്ത് സിദ്ധാർത്ഥ് ചിന്തിക്കുന്നുണ്ട്, എന്നാലും ചന്ദ്രിക ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. അവരെല്ലാവരും ആ മുറിയിൽ നിന്ന് പോയ സമയത്ത് മേഘ പറയുന്നുണ്ട്, സിദ്ധു, ചന്ദ്രികയെ പോലുള്ളവരെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാ, അവസാന നിമിഷം പറ്റിച്ചിട്ട് പോവും. ഇനിയെങ്കിലും ആരെയൊക്കെ എവിടെ ഇരുത്തണമെന്ന് നീ ചിന്തിച്ച് തീരുമാനിക്ക്. മേഘ അവനെ പരിഹസിക്കുകയാണ്. അതിന് മറുപടി പറയാതെ സിദ്ധാർത്ഥ വീണ്ടും ക്ലയൻസിൻ്റെ അടുത്തേക്ക് തന്നെ ഓടിപ്പോവാണ്. എന്നിട്ട് അവരോട് വീണ്ടും യാചിക്കുന്നുണ്ട്, സർ 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 ഒരു 5 മിനിറ്റ് സർ, പ്ലീസ് സർ. സോറി സിദ്ധാർത്ഥ്, ഞങ്ങൾക്ക് വേറൊരു അത്യാവശ്യമായിട്ട് പങ്കെടുക്കേണ്ട മീറ്റിംഗ് ഉണ്ട്. സർ എനിക്കത് മനസ്സിലാവുന്നുണ്ട്, ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്താൽ മതി. സിദ്ധാർത്ഥ് അവരോട് ബെഗ് ചെയ്യാണ്. ആ സമയത്ത് നല്ല സ്പീഡിലാണ് ചന്ദ്രിക ഓട്ടോയിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. സിദ്ധാർത്ഥ് എത്ര തന്നെ യാചിച്ചിട്ടും അവർ അതൊന്നും വകവെക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. സിദ്ധാർത്ഥ ആണെങ്കിൽ ആകെ നിരാശനായിട്ട് വാച്ചിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ആ സമയം കൊണ്ട് ചന്ദ്രിക അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക വേഗം തന്നെ ഓട്ടോൻ്റെ പൈസയും കൊടുത്തിട്ട് അകത്തേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ക്ലയൻസ് അവിടെ നിന്ന് പോയിട്ടുണ്ട്. സിദ്ധാർത്ഥ ആണെങ്കിൽ ആകെ നിരാശനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക വന്നിട്ട് സർ സർ എന്നൊക്കെ വിളിക്കുമ്പോഴേക്കും സിദ്ധാർത്ഥ ദേഷ്യത്തോടെ പറയുകയാണ്, ചന്ദ്രികയെ എവിടെയായിരുന്നു നീ ഇത്രയും നേരം? അപ്പോഴാണ് മേഘയും തിരിഞ്ഞു നോക്കുന്നത്. മേഘയ്ക്ക് കണ്ണുകളെ വിശ്വസിക്കാനായില്ല ചന്ദ്രിക വീണ്ടും തിരിച്ചെത്തി എന്നുള്ളത്. ആ സമയത്ത് സിദ്ധാർത്ഥ ദേഷ്യത്തോടെയാണ് ചന്ദ്രികയോട് സംസാരിക്കുന്നത്. ഇന്ന് ഞാൻ ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞതല്ലേ? അപ്പോൾ ചന്ദ്രിക പേടിയോട് പറയാണ്, സർ അത്യാവശ്യമായിട്ട് സ്കൂളിലേക്ക് പോകേണ്ടി വന്നു സർ, അതുകൊണ്ടാണ്. ആ സമയത്ത് മേഘ ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ ചന്ദ്രിക ഇത്ര പെട്ടെന്ന് മടങ്ങി വന്നത്? മേഘ വേഗം തന്നെ അവിടെ നിന്ന് മറഞ്ഞു നിൽക്കുകയാണ്. ആ സമയത്ത് സിദ്ധാർത്ഥ ചന്ദ്രികയോട് ചോദിക്കുന്നുണ്ട്, ശരി നീ വരച്ച ഡിസൈൻസ് ഒക്കെ എവിടെയാണുള്ളത്? അതെൻ്റെ ടേബിളിലുണ്ട്. ശരി എങ്കിൽ അത് എടുത്തു വെക്ക്, അപ്പോഴേക്കും ഞാൻ അവരെ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് വേഗം അവർക്ക് പിന്നാലെ ഓടുകയാണ്. സിദ്ധാർത്ഥ് വീണ്ടും ക്ലയൻസിൻ്റെ മുന്നിൽ എത്തിയിട്ട് അവരോട് ബെഗ് ചെയ്യുന്നുണ്ട്, സർ 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 ഒരു 5 മിനിറ്റ് സർ, ചന്ദ്രിക വന്നിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകൂടെ വോളിലേക്ക് വരികയാണെങ്കിൽ ചന്ദ്രിക വരച്ച ഡിസൈൻസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. സർ പ്ലീസ് സർ. അപ്പോൾ അവർ പറയാണ്, ശരി ഓക്കെ. അങ്ങനെ വീണ്ടും അവരെ കൺവിൻസ് ചെയ്തിട്ട് സിദ്ധാർത്ഥ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ്. മേഘയാണെങ്കിൽ അവിടെ മറഞ്ഞു നിന്ന് അതൊക്കെ കാണുന്നുണ്ട്. മേഘയ്ക്ക് വിശ്വസിക്കാനായില്ല അവർ വീണ്ടും തിരിച്ചു വന്നു എന്നുള്ളത്. ചന്ദ്രികയാണെങ്കിൽ ആ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് അവൾ വരച്ച ഡിസൈൻസിൻ്റെ ഒക്കെ പെൻഡ്രൈവിലാക്കിയിട്ട് സിദ്ധാർത്ഥിന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. പെൻഡ്രൈവ് സിദ്ധാർത്ഥിനെ ഏൽപ്പിച്ച ശേഷം ചന്ദ്രിക ആ വാളിന് പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ആ സമയം കൊണ്ട് മേഘ വീണ്ടും അവളുടെ ക്യാബിനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവൾ ആകെ ഡിസ്റ്റർബ്ഡ് ആണ്, കാരണം അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു മീറ്റിംഗ് വീണ്ടും നടക്കുന്നു, പ്രസൻറ്റേഷൻ വീണ്ടും നടക്കുന്നു. കാരണം അവളുടെ ഡിസൈൻസ് റിജക്റ്റ് ചെയ്ത് അവർ ചന്ദ്രികയുടെ ഡിസൈൻസ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് മേഘയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ്. അങ്ങനെ ചന്ദ്രിക തയ്യാറാക്കിയ ഡിസൈൻസ് സിദ്ധാർത്ഥ് അവർക്ക് മുന്നിൽ പ്രസൻറ്റേഷൻ നടത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ പ്രസൻറ്റേഷൻ നടത്തുന്ന സമയത്ത് സിദ്ധാർത്ഥിന് തന്നെ അതിശയം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും വൈവിധ്യാർന്ന ഡിസൈൻസുകളാണ് ചന്ദ്രിക ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഓരോ ഡിസൈൻസ് കാണുന്തോറും ക്ലയൻസിനും നല്ല ഇംപ്രസ് ഉണ്ടെന്ന് അവരുടെ മുഖത്ത് നിന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി. ചന്ദ്രികയാണെങ്കിൽ വെപ്രാളത്തോടു കൂടി ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. അങ്ങനെ മുഴുവൻ ഡിസൈൻസും കാണിച്ചതിന് ശേഷം സിദ്ധാർത്ഥ് അവരോട് ചോദിക്കുന്നുണ്ട്, ഈ കാണിച്ച ഡിസൈൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്ന്. ആ സമയത്ത് ക്ലയൻസിലെ സീനിയർ അയാൾ പറയാണ്, നിങ്ങൾ പ്രസൻറ്റ് ചെയ്തതിൽ പ്രത്യേകിച്ചും 4 ഡിസൈൻസ് വളരെയധികം എക്സലൻ്റ് ആയിട്ടുണ്ട് സിദ്ധാർത്ഥ്. അത് കേട്ടതും സിദ്ധാർത്ഥിന് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തോന്നുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അത് ഞങ്ങൾ അപ്രൂവൽ ചെയ്തിരിക്കുന്നു. നിങ്ങൾ ആ ഡിസൈൻസ് ഡെവലപ്പ് ചെയ്ത് ഞങ്ങൾക്ക് മെയിൽ ചെയ്യും. ഷുവർ സർ, തീർച്ചയായിട്ടും നൽകാം. സിദ്ധാർത്ഥ് അത്രയധികം സന്തോഷത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ക്ലയൻസ് പറയുന്നുണ്ട്, ഈ പ്രൊജക്റ്റ് നിങ്ങൾക്ക് തന്നെ നൽകാം. ഓൾ ദ ബെസ്റ്റ് സിദ്ധാർത്ഥ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സിദ്ധാർത്ഥ് അത്രയധികം സന്തോഷത്തിലാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ക്ലയൻസ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. എല്ലാവരും സിദ്ധാർത്ഥിന് കൈയൊക്കെ കൊടുത്ത് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടാണ് അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ചന്ദ്രയ്ക്ക് അപ്പോഴും കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. അവരെല്ലാവരും പോയതിന് ശേഷം അവസാനമാണ് സിദ്ധാർത്ഥ് ഇറങ്ങി വന്നത്. ആ സമയത്ത് പേടിയോടുകൂടി ചന്ദ്രയ്ക്ക് ചോദിക്കുന്നുണ്ട്, സർ എന്തായി സർ, എന്താ പറഞ്ഞേ? സിദ്ധാർത്ഥ് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷത്തിലാണ് ഉണ്ടായിരുന്നത്. അയ്യോ ചന്ദ്രികയെ, നീ വരച്ചതിൽ 4 ഡിസൈൻസ് ക്ലയൻസ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അത് കേട്ടതും ചന്ദ്രികയ്ക്കും പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തോന്നുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, ഈ പ്രൊജക്റ്റ് നമ്മൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് വിഷ് ചെയ്തിട്ടാണ് അവർ പോയിരിക്കുന്നത്. ചന്ദ്രികയ്ക്ക് വിശ്വസിക്കാനാവുന്നില്ല. ശരിക്കും സർ? അതേ ചന്ദ്രികയെ, കൺഗ്രാറ്റുലേഷൻസ്. ചന്ദ്രികയ്ക്ക് കൈ കൊടുക്കുകയാണ് സിദ്ധാർത്ഥ്. ഇപ്പോഴാണ് സാർ എനിക്ക് സമാധാനമായത്. അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, ചന്ദ്രികയെ ഇതറിഞ്ഞാൽ അങ്കിളും ഒരുപാട് സന്തോഷിക്കും. ഞാനെന്നാ അങ്കിളിനെ വിളിച്ച് കാര്യം പറയട്ടെ? നീ ചെല്ല്. അങ്ങനെ ചന്ദ്രിക സന്തോഷത്തോടു കൂടി അവളുടെ ക്യാബിനിലേക്ക് പോവുകയാണ്. സിദ്ധാർത്ഥ് വിചാരിക്കുന്നുണ്ട്, ഈ സന്തോഷ വാർത്ത ആദ്യം അങ്കിളിനെ വിളിച്ച് പറയണം. എന്നിട്ട് നേരെ മഹേന്ദ്രനെ വിളിക്കുകയാണ്. ലക്ഷ്മിയാണ് ഫോൺ എടുത്തിട്ട് മഹേന്ദ്രനെ കൊണ്ടു കൊടുക്കുന്നത്. സിദ്ധാർത്ഥാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. പറയൂ സിദ്ധു, എന്താണ് വിശേഷം? അങ്കിൾ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, പറഞ്ഞോളൂ. എന്താണ്? MGM കമ്പനീസ് ഉണ്ടല്ലോ, അവർക്ക് നമ്മൾ കാണിച്ചു കൊടുത്ത പുതിയ ഡിസൈൻസിന്, പുതിയ പ്രൊജക്റ്റിന് അവർ നമുക്ക് അപ്രൂവൽ തന്നു അങ്കിൾ. അത് കേട്ടതും മഹേന്ദ്രൻ ഒത്തിരി സന്തോഷമാവാണ്.
ഹേയ് വാവ് സൂപ്പർ സിദ്ധു, കൺഗ്രാറ്റ്സ്. അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, കൺഗ്രാറ്റ്സ് എനിക്കുള്ളതല്ല ചന്ദ്രികയ്ക്കുള്ളതാ. എന്താണെന്നറിയോ, ഇത് അപ്രൂവൽ ആവാൻ തന്നെ കാരണം നമ്മുടെ ചന്ദ്രികയുടെ ഡിസൈൻസ് ആണ്. അത് കേട്ടത് മഹേന്ദ്രന് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. അതെയോ? അതെ അങ്കിളെ, മേഘയും ചന്ദ്രികയും ഉണ്ടല്ലോ, അവർ രണ്ടുപേരും വരച്ച ഡിസൈൻസ് കൊണ്ടുവന്ന് ക്ലയൻസിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തു. പക്ഷേ അതിൽ ചന്ദ്രികയുടെ ഡിസൈൻസ് ആണ് അപ്രൂവൽ ആയത്. വാവ്, വളരെ വളരെയധികം സന്തോഷമുണ്ട് മോനെ, അവളെ എൻ്റെ വിഷസ് അറിയിച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രൻ കോള് കട്ടിയാണ്. കോള് കട്ടായതിന് ശേഷം മഹേന്ദ്രൻ ലക്ഷ്മിയോട് പറയാണ്, കേട്ടോ ലക്ഷ്മി, മേഘയും ചന്ദ്രികയും ഓരോ ഡിസൈൻസ് വർക്ക് ചെയ്ത് ക്ലയൻസിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്തു. അതിൽ ചന്ദ്രികയുടെ ഡിസൈനാണ് അപ്രൂവൽ ആയത്. അത് കേട്ടതും ലക്ഷ്മിയും സന്തോഷത്തോട് പറയാണ്, കൊള്ളാലോ, ജോലിക്ക് ചേർന്ന് ഇത്ര ദിവസം കൊണ്ട് ചന്ദ്രിക ഇത്രയും അധികം ഇമ്പ്രൂവ് ആയെങ്കിൽ അത് വളരെ വലിയ കാര്യം തന്നെയാണ് ഏട്ടാ. അപ്പോൾ മഹേന്ദ്രനും പറയുന്നുണ്ട്, അതേ ലക്ഷ്മി, ചന്ദ്രിക ആരുടെ മോളാ? അയാളിങ്ങനെ സ്വയം പുകഴ്ത്തുകയാണ്. എൻ്റെ മോളല്ലേ, അങ്ങനെയേ വരൂ. അപ്പോൾ ലക്ഷ്മി പൊട്ടിച്ചിരിക്കുകയാണ്. അതിനുശേഷം മഹേന്ദ്രൻ കുറച്ച് സങ്കടത്തോടെ പറയാണ്, എന്താണെന്നറിയില്ല, മേഘ ഇത്രയും കാലമായിട്ട് നമ്മുടെ കമ്പനിയിലുണ്ട്, പക്ഷേ പറയത്തക്ക രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ലക്ഷ്മി പറയാണ്, എന്ന് വെച്ച് ഏട്ടൻ മേഘയെ കുറച്ചു കാണരുത്. മേഘ ഒരു രീതിയിലും ചന്ദ്രികയേക്കാൾ കുറഞ്ഞതുമല്ല. ചന്ദ്രികയ്ക്കുള്ള എല്ലാ ഗുണങ്ങളും മേഘയ്ക്കും ഉണ്ട്. അതെ അതെ, അവളെ നീ മാത്രമേ ഇങ്ങനെയൊക്കെ പറയൂ, മഹേന്ദ്രൻ പറയാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്കേട്ടാ, ചന്ദ്രിക മാത്രമല്ല മേഘയും നമ്മുടെ മോളാ. ഒരിടത്തും ചന്ദ്രികയെക്കാളും മേഘയെ താഴ്ത്തി സംസാരിക്കാൻ ഞാൻ അനുവദിക്കില്ല ഏട്ടാ. അത് കേട്ടതും മഹേന്ദ്രൻ പറയാണ്, ശരി ശരി ലക്ഷ്മി, ഞാൻ മേഘയെക്കുറിച്ച് നിന്നോടൊന്നും സംസാരിക്കുന്നില്ല. അവർക്ക് മുന്നിൽ തൊഴുതുകൊണ്ടാണ് മഹേന്ദ്രൻ പറയുന്നത്. പോരെ? ഓക്കെ, ലക്ഷ്മിയും ചിരിച്ചുകൊണ്ട് പറയാണ്. പക്ഷേ മഹേന്ദ്രൻ്റെ ഉള്ളിൽ ചന്ദ്രികയെക്കുറിച്ചോർത്ത് അഭിമാനം തോന്നുകയാണ്. അതേസമയം തൻ്റെ ക്യാബിനിലേക്ക് വന്നിട്ട് സിദ്ധാർത്ഥ് മേഘയോട് പറയുന്നുണ്ട്, മേഘ, ചന്ദ്രികയുടെ ഡിസൈൻസ് ക്ലയൻസ് അപ്രൂവ് ചെയ്തു, അറിഞ്ഞായിരുന്നോ? ഒരുതരം പരിഹാസത്തിൻ്റെ രീതിയിലാണ് സിദ്ധാർത്ഥ് മേഘയോട് സംസാരിക്കുന്നത്. അത് കേട്ടതും മേഘ ശരിക്കും ഷോക്ക് ആവുകയാണ്. അവൾ ചോദിക്കുന്നുണ്ട്, എന്താ ഈ പറയുന്നത് സിദ്ധാർത്ഥ്? അപ്പോൾ സിദ്ധാർത്ഥ് പേടിയോടൊക്കെ പറയാണ്, സത്യം മേഘ, അവരെന്ത് പറയുമെന്ന് അറിയാതെ ഞാൻ വല്ലാതെ പേടിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ അവർ ചന്ദ്രികയുടെ ഡിസൈൻസ് കണ്ടതിന് ശേഷം ഈ പ്രൊജക്റ്റ് നമുക്ക് തന്നെ തന്നു. അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു പരിഹാസമുണ്ട്. അത് മേഘയ്ക്ക് മനസ്സിലായതുമാണ്. അതുകൊണ്ട് അവളൊന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അതിനുശേഷം മേഘയെ പരിഹസിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, പറഞ്ഞതുപോലെ ചന്ദ്രിക ഈ മത്സരത്തിൽ ജയിച്ചു അല്ലേ? അവൻ മേഘയെ പരിഹസിക്കുന്ന രീതിയിൽ ഒരു മൂളിപ്പാട്ടൊക്കെ പാടിയിട്ടാണ് സീറ്റിൽ പോയി ഇരുന്നത്. കുറച്ച് സമയത്തിന് ശേഷം ചന്ദ്രിക ഇരിക്കുന്ന ആ ഒരു ഭാഗത്ത് വന്നിട്ട് സിദ്ധാർത്ഥ് എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാണ്, ഹലോ ഗായ്സ്, എല്ലാവരും കുറച്ചു നേരം ഇങ്ങോട്ടേക്ക് വാ. അപ്പോൾ എല്ലാവരും സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സിദ്ധാർത്ഥ് പറയാണ്, ആദ്യം കാര്യം പറയുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ചന്ദ്രികയ്ക്ക് ഒരു ക്ലാപ്പ് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ചന്ദ്രികയെ കൈകൊട്ടുകയാണ്. ആ സമയത്ത് മേഘ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അതിനുശേഷം സന്തോഷത്തോടെ സിദ്ധാർത്ഥ് പറയാണ്, മുംബൈ ക്ലയൻസ് ചന്ദ്രികയുടെ ഡിസൈൻസ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇത് ഈ വർഷം നമുക്ക് കിട്ടിയ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റിൻ്റെ ഫുൾ ഡിസൈൻസും നമ്മുടെ ചന്ദ്രികയാണ് ചെയ്യാൻ പോകുന്നത്. അത് കേട്ടതും എല്ലാവരും ഒന്നുകൂടെ ക്ലാപ്പ് ചെയ്യുകയാണ്. പക്ഷേ മേഘ ഇങ്ങനെ ദേഷ്യത്തോടെ പിന്നെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു സ്റ്റാഫ് ബൊക്കെയായിട്ട് വന്നിട്ടുണ്ട്. അത് വാങ്ങി സിദ്ധാർത്ഥ് ചന്ദ്രികയ്ക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചന്ദ്രിക, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ, ചന്ദ്രിക പറയുന്നുണ്ട്. അതിനുശേഷം ഗീത ഉൾപ്പെടെ എല്ലാ സ്റ്റാഫുകളും ചന്ദ്രികയ്ക്ക് കൺഗ്രാറ്റ്സ് പറഞ്ഞുകൊണ്ട് കൈ കൊടുക്കുകയാണ്. അത് കണ്ട് സന്തോഷത്തോടു കൂടി സിദ്ധാർത്ഥ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മേഘ ചിന്തിക്കുകയാണ്, എല്ലാവരും വിഷ് ചെയ്യുമ്പോൾ ഞാൻ മാത്രം വിഷ് ചെയ്യാതിരുന്ന എനിക്ക് അവളോട് അസൂയാണെന്ന് എല്ലാവരും വിചാരിക്കും. അതുകൊണ്ട് ഞാനും പോയിട്ട് വിഷ് ചെയ്യാം. അങ്ങനെ മനസ്സോടെ ചന്ദ്രികയെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മേഘയും പോയിട്ട് കൺഗ്രാറ്റ്സ് ചന്ദ്രിക, താങ്ക്സ് മേഘ, ചന്ദ്രിക പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്ത സമയത്ത് ചന്ദ്രിക മഹേന്ദ്രൻ്റെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ലക്ഷ്മി മഹേന്ദ്രൻ അവളുടെ അടുത്തേക്ക് വരുന്നത്. ഇങ്ങോട്ട് വാ ചന്ദ്രിക എന്ന് പറഞ്ഞ് വിളിച്ച് കൂട്ടിക്കൊണ്ടുപോകണം. അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, എന്താന്ന്? അതൊക്കെ പറയാം, വാ എന്ന് പറഞ്ഞ് ചന്ദ്രികയെ കൂട്ടിക്കൊണ്ടുവന്ന് മലരും അടുത്തെത്തിയ സമയത്ത് രണ്ടുപേരും ചേർന്നിട്ട് ചന്ദ്രികയുടെ മലരിൻ്റെ കണ്ണ് കെട്ടുകയാണ്. കൈകൊണ്ട് കണ്ണ് മറക്കുകയാണ്. എന്നിട്ട് മുന്നിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, എന്തിനാ കണ്ണ് മൂടുന്നത് അമ്മേ? അതൊക്കെ ഉണ്ട്, പറയാം എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ഉമ്മറത്തേക്ക് കൊണ്ടുപോവാണ്. അവിടെ എത്തിയ സമയത്ത് മലറിൻ്റെയും ചന്ദ്രികയുടെയും കണ്ണിൽ നിന്നും കൈയെടുത്ത് മാറ്റുകയാണ്. കണ്ണിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ ഒരു കാഴ്ച കണ്ട് ചന്ദ്രിക ശരിക്കും അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം അതൊരു പുതിയ സ്കൂട്ടറാണ്. അതൊരു എന്താ പറയുക, അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി പൂജയൊക്കെ കഴിച്ചിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. രജിസ്ട്രേഷൻ കഴിഞ്ഞൊരു പുതിയ സ്കൂട്ടർ. അപ്പോൾ ചന്ദ്രിക അതിശയത്തോടു കൂടി അമ്മയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. മലറിനും അത് കണ്ട് വല്ലാത്ത സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.